നമസ്കാരം. സെക്കൻഡ് ഇയർ CBT ഓൺലൈൻ ക്ലാസ്സിൻ്റെ 14th വോളിയത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. 4th മോഡ്യൂളിലെ 2ാമത്തെ യൂണിറ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി 10 റെക്കഗ്നൈസ്ഡ് ജനറൽ ഫിസിക്കൽ സ്കിൽസ്, അതായത് അംഗീകൃതമായ 10 ശാരീരിക കഴിവുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1. കാർഡിയോ വസ്കുലർ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, ഹൃദയ ശ്വസന പ്രക്രിയ. ആവശ്യമായ ഓക്സിജൻ ശേഖരിച്ച് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യുന്ന ശാരീരിക പ്രവർത്തനം. 2. സ്റ്റാമിന, ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും സംഭരിക്കുന്നതിനും ഉള്ള ശാരീരിക ക്ഷമത. 3. സ്ട്രെങ്ത്, പേശി യൂണിറ്റുകളുടെ സംയോജനം അഥവാ ശക്തി പ്രയോഗിക്കാനുള്ള പേശി യൂണിറ്റിൻ്റെ കഴിവ്. 4. ഫ്ലെക്സിബിലിറ്റി, ഒരു നിശ്ചിത ജോയിൻറ്റിൽ ചലനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവ്. 5. പവർ, മസ്കുലർ യൂണിറ്റുകളുടെ സംയോജനം, അതായത് കുറഞ്ഞ സമയത്ത് പരമാവധി ശക്തി പ്രയോഗിക്കാനുള്ള കഴിവ്. 6. സ്പീഡ്, ആവർത്തിച്ചുള്ള ചലനത്തിൻ്റെ സമയചക്രം കുറയ്ക്കുന്നതിനുള്ള കഴിവ്. 7. കോഓർഡിനേഷൻ, ഏകോപനം, വ്യത്യസ്തമായ ചലനാത്മക പാറ്റേണുകളെ ഏകീകൃതമായി സംയോജിപ്പിക്കാനുള്ള കഴിവ്. 8. അഗ്ലിറ്റി, ഒരു ചലന പാറ്റേണിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള പരിവർത്തന സമയം കുറയ്ക്കുന്നതിനുള്ള കഴിവ്. 9. ബാലൻസ്, ശരീരത്തെ ഗുരുത്വാകർഷണ ബലവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണം. 10. ആക്യുറസി, ഒരു നിശ്ചിത ദിശയിൽ ചലനത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അടുത്തതായി 5 കമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്, അതായത് ശാരീരിക ക്ഷമതയുടെ 5 ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മസ്കുലർ സ്ട്രെങ്ത്, പേശി ശക്തി, ഭാരമേറിയ വസ്തുക്കളെ ഉയർത്താനും വഹിക്കാനും സഹായിക്കുന്ന ശക്തിയാണിത്. പേശികൾക്ക് ശക്തിയില്ലെങ്കിൽ ശരീരം ദുർബലമാവുകയും ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ വരികയും ചെയ്യും. മസ്കുലർ എൻഡ്യൂറൻസ്, പേശികളുടെ സഹിഷ്ണുത എന്നത് ദീർഘകാലത്തേക്ക് സങ്കോചങ്ങൾ നടത്താനുള്ള പേശികളുടെ കഴിവാണ്. കുറച്ച് സമയം മാത്രം ഏതെങ്കിലും ഉയർത്തുകയോ ചുമക്കുകയോ ചെയ്യുന്നതിന് പകരം കൂടുതൽ സമയം പ്രവർത്തിക്കുക എന്നതാണിത്. കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ്, ശ്വാസകോശം, ഹൃദയം, രക്തക്കുഴലുകൾ എന്നിവ ചേർന്നതാണ് കാർഡിയോ വസ്കുലർ എൻഡ്യൂറൻസ്. ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ എത്തിച്ചു നൽകുന്നു. ഫ്ലെക്സിബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എന്നാൽ വഴക്കം എന്നാണ്. ശാരീരിക ക്ഷമതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്ലെക്സിബിലിറ്റി. എന്നാൽ ഇതിനെ പലപ്പോഴും അവഗണിക്കുന്നതിൻ്റെ ഫലമായി പേശികളും സന്ധികളും ആവശ്യാനുസരണം ചലിക്കാതെ വരുന്നു. വേദനയോ കാഠിന്യമോ ഇല്ലാതെ
ശരീരത്തിന് യഥേഷ്ടം ചലിക്കണമെങ്കിൽ ഫ്ലെക്സിബിലിറ്റി പരിശീലനം ആവശ്യമാണ്. ബോഡി ആൻഡ് കോമ്പോസിഷൻ. ശരീരത്തിൻ്റെ ഘടന ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണമായി 100 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിക്ക് 25% കൊഴുപ്പും 75% പിണ്ഡവും ഉണ്ടായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. താങ്ക് യു.